ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും OMR എങ്ങനെ ഫില്ല് ചെയ്യാമെന്നാണ്. ഇപ്പം നമ്മളെല്ലാവരും പഠിച്ച് എല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് ഇനി OMR ഫില്ലിംഗ് ആണ് അല്ലേ, അതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും പഠിച്ചാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ പിള്ളേരെ? പഠിക്കണം, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പാകത്തിന് നമ്മൾ പഠിച്ചാൽ ഇത് നമുക്ക് നല്ല അടിപൊളി സെറ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. എല്ലാം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഫില്ല് ചെയ്യണം, എന്തൊക്കെയാണ് എഴുതേണ്ടത് നോക്കാം. അപ്പം ആദ്യമേ തന്നെ നമുക്കിവിടെ റോൾ നമ്പർ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അഡ്മിറ്റ് കാർഡിൽ റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു 7 ഡിജിറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 5 6 7 ഇതാണ് നമ്മുടെ ഒരു പേജിലുള്ള ആൾ. ഈ ഒരെണ്ണം മാത്രമേ നമുക്ക് ഈ പേജിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരാളെ നമ്മൾ ഫില്ല് ചെയ്തു. അതാണ് നമുക്കിവിടെ റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്, ഇവിടെ നിങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. എന്താതെ എങ്ങനെയാണ് റൗണ്ട് ഫില്ല് ചെയ്യേണ്ടത്, 2 എണ്ണം ഫില്ല് ചെയ്യാൻ പാടില്ല, ഇൻകറക്റ്റ് ആണ്. ഇങ്ങനെ പകുതിക്ക് വെച്ചും ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ഇങ്ങനെ ടിക്ക് ഇടാൻ പാടില്ല, ഉള്ളു മാത്രം ജസ്റ്റ് റൗണ്ട് ചെയ്യാൻ പാടില്ല. റൗണ്ട് ചെയ്യേണ്ട കറക്റ്റ് ഫോർമാറ്റ് എന്താണ്? ഒരെണ്ണം മാത്രം ഫുള്ളി നല്ല നീറ്റായിട്ട് ഡാർക്കൻ ചെയ്യണം. നിങ്ങൾ പെൻസിലോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകണ്ട. നിങ്ങളൊരു 2 പേന തെളിയുന്ന ഏതെങ്കിലും ബ്ലൂവോ ബ്ലാക്കോ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുക. 2 കളറൊന്നും യൂസ് ചെയ്യരുത്. ഒരെണ്ണം ബ്ലാക്കിലാണെങ്കിൽ ഫുൾ ബ്ലാക്ക്, ബ്ലൂവിലാണെങ്കിൽ ഫുൾ ബ്ലൂ. 2 ബ്ലാക്ക് പെന്നോ അല്ലെങ്കിൽ 2 ബ്ലൂ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പോവുക. അത് വെച്ചിട്ട് മാത്രം ചെയ്യുക. ജെൽ പെൻ ദയവ് ചെയ്ത് കൊണ്ടുപോകരുത്. മഷി പടർന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ഇതിൻ്റെ നമ്മൾ പറയുമല്ലോ, സ്കാൻ ചെയ്തിട്ട് ഇവർ പേപ്പർ ചെക്ക് ചെയ്യുന്നത് മെഷീൻ സ്കാനിങ്ങിൽ വഴിയാണ്. അപ്പം അതിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ജെൽ പെൻ ആരും കൊണ്ടുപോകരുത്. ഓക്കെ, പിന്നെ അടുത്തതിലേക്ക് പോകുമ്പോൾ OMRലൊന്നും കുത്തി വരയ്ക്കരുത് കേട്ടോ ആരും. ഇതെങ്ങനെ ഫില്ല് ചെയ്യണം, ഇതാണ് ഫില്ല് ചെയ്യുന്ന ഒരു മോഡൽ കാണിച്ചിരിക്കുന്നത്, ഇത് ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പേജ്. ഇവിടെയാണ് നമ്മളെല്ലാ കളികളും കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആദ്യമേ തന്നെ നമ്മളെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ക്യാപിറ്റൽ ലെറ്ററിലാണ്. നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അനന്തു സജീവൻ എന്നാണ് എൻ്റെ ഫുൾ നെയിം എങ്കിൽ ഫുൾ നെയിം തന്നെ അവിടെ എഴുതണം കേട്ടോ. നീറ്റായിട്ട് ഇതിനുള്ളിൽ തന്നെ എഴുതുക. ഇനി അടുത്തത് ഫാദേഴ്സ് നെയിം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫാദറിൻ്റെ നെയിമും ക്യാപിറ്റലിൽ എഴുതുക. നിങ്ങൾ ഫാദേഴ്സിൻ്റെ നെയിമും ക്യാപിറ്റലിൽ എഴുതുക. ഓക്കെ, അപ്പം ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. ഇനി നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് റോൾ നമ്പറും ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം റോൾ നമ്പർ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 1 2 3 4 5 6 7 കണ്ടോ, ഇങ്ങനെ കൊടുത്തു. 1 2 3 4 5 6 7 എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് നോക്കിക്കേ, ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് 1 ആണ്. ഏറ്റവും ലാസ്റ്റ് ഇപ്പം എന്നെ കാണാൻ പറ്റിയില്ല എങ്കിൽ പോലും നിങ്ങൾ ഈ ബോർഡിലുള്ള കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിക്കേ, ഇവിടെ ഉള്ളത് 1 ആണ്. 1 ആണെങ്കിൽ ആ 1ൻ്റെ അവിടുത്തെ ഡോട്ടിനെ വേണം നിങ്ങൾ നല്ല നീറ്റായിട്ട് കളർ ചെയ്ത് വെക്കാൻ. കണ്ടോ, 1ൻ്റെ അവിടെ 0 അല്ല നിങ്ങൾ ചെയ്യേണ്ടത്, 1 ആണ്. ഇനി 2 എന്ന് പറയുമ്പോൾ 2ൻ്റെ അവിടെ നീറ്റായിട്ട് ചെയ്യുക. 2ൻ്റെ അവിടെ നീറ്റായിട്ട് ചെയ്യുക. അടുത്തത് 3, അടുത്ത ലൈനിലെ 3 എവിടെയാണെന്ന് നോക്കുക. നോക്കിയേ, 3 ഇത് ഇവിടെയാണ്, നീറ്റായിട്ട് ചെയ്യുക കേട്ടോ. ഇനി 4 എവിടെയാണെന്ന് നോക്കുക. 4, അടുത്തത് 5, അടുത്തത് നമുക്ക് വരുന്നത് 6, പിന്നെ വരുന്നത് 7. അപ്പം നമ്മൾ റോൾ നമ്പർ ഫില്ല് ചെയ്തു. അപ്പം ഇതേപോലെ വേണം റോൾ നമ്പർ നമ്മൾ ഫില്ല് ചെയ്യാൻ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു നിങ്ങളുടെ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, നമ്മൾ പരീക്ഷ ചെയ്യുന്ന പേപ്പറിൻ്റെ അവിടെ ഉണ്ടാവും ഈ ഒരു നമ്പർ. അതിപ്പോൾ ജസ്റ്റ് സാർ പറയുവാണെങ്കിൽ 3821690 ആണ് നമ്മുടെ ബുക്ക്ലെറ്റ് നമ്പർ എങ്കിൽ ഇവിടെ 3യുടെ അവിടെ നല്ല രീതിയിൽ കറപ്പിക്കുക കറക്റ്റായിട്ട്. അതേപോലെ തന്നെ 8ൻ്റെ അവിടെ രണ്ടാമത്തെ റോയിൽ കോളത്തിൽ 8ൻ്റെ അവിടെ, പിന്നെ ദേ ഇവിടെ 2 നല്ല നീറ്റായിട്ട് കറപ്പിക്കുക. പിന്നെ ദേ ഇവിടെ 1, 6, ആ 6ൻ്റെ താഴെയുള്ള ലൈനിലെ 6ൽ വേണം. തോന്നിയുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവരെടുത്ത് നമ്മളെയും കൂടെ എടുത്ത് പള്ളേ കളയും കേട്ടോ. നമ്മൾ OMR വേറെ നമുക്ക് തെറ്റിപ്പോയാൽ വാങ്ങിത്തരലൊന്നും അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് തെറ്റിക്കരുത്, തെറ്റിക്കാതെ ചെയ്യണം. 0 എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ ഇതിലെ ആദ്യത്തെ 0 കണ്ടോ. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇനി നേരെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, സെൻറ്റർ
ഇതും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെയുണ്ട്. അഡ്മിറ്റ് കാർഡിന്റെ തുടക്കത്തിൽ സ്റ്റേറ്റ് പറയുന്നുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് കേരള എന്നുള്ളതിന്റെ അവിടെ ബ്രാക്കറ്റിൽ അവരൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇനി സ്റ്റേറ്റിന്റെ അവിടെ വേറൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ബ്ലോക്ക് എന്ന് എഴുതിയേക്കുന്നതിന്റെ അവിടെ വേറൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. സെന്റർ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ല. 0, 1 എന്നൊക്കെ അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും വരിക. ഇനി ഇതും ഇതേപോലെ തന്നെ 1 ആണ് നിങ്ങളുടെ അവിടെ സ്റ്റേറ്റിന്റെ അവിടെ 1 ആണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ 1 മാർക്ക് ചെയ്യണം. ഇത് 0, 6 അല്ലേ കൊടുത്തിരിക്കുന്നത്. 0 ഇവിടെ കൊടുത്തു. 6 നമ്മൾ അടുത്തതിൽ 6ന്റെ അവിടെ മാർക്ക് ചെയ്യണം. ഇനി ഇവിടെ 2 ആണ്. ഇവിടെ 1, ഇവിടെ 0, ഇവിടെ എന്താണ് 1 വരും. ഇതാണ് നമുക്കുള്ളത് ഈ ഒരു പേജിൽ. ഇനി നമുക്ക് പറയുമ്പോൾ നമ്മുടെ മെയിൻ ആളാണ് നമ്മുടെ ആൻസേഴ്സിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് എങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങളെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നത് മെന്റൽ എബിലിറ്റി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. നമുക്ക് മെന്റൽ എബിലിറ്റിയിൽ 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ABCD. ഒന്നാമത്തെ ഓഡ് മാൻ ഔട്ട് ആണ് നമുക്ക് ഒന്നാമത്തേത് കേട്ടോ. അപ്പൊ ഒന്നാമത്തേൽ 4 ഓപ്ഷൻ ഉണ്ട്. A എന്ന് പറയുന്നത്, B, C, D. അപ്പൊ ഇതിന്റെ ആൻസർ C ആണെങ്കിൽ, 1 C ആണെങ്കിൽ 1ന് നേരെ നോക്കുക. 1ന് നേരെയുള്ളതിൽ C നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ A ആണെങ്കിൽ 2ന് നേരെയുള്ള Aയിൽ മാർക്ക് ചെയ്യണം. അതേപോലെ 3B ആണെങ്കിൽ Bയിൽ മാർക്ക് ചെയ്യണം. നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്യണം. അടുത്തത് 4D ആണെങ്കിൽ D നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്തോളൂ കണ്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അങ്ങനെ മാർക്ക് ചെയ്യണം. ഒരിക്കലും ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 24ന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് B നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്തു. ഉടനെ പോയി 25ന്റെ അടുത്ത് C എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവത്തേ ഉള്ളൂ. ഇങ്ങനെ 2 എണ്ണം ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഇപ്പം നിങ്ങൾ 24ന് നിങ്ങൾക്ക് B ആയിരുന്നു ആൻസർ മാർക്ക് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങൾ എന്ത് ചെയ്തു, 23 ഇല്ലെങ്കിൽ 23A മാർക്ക് ചെയ്തു. പക്ഷെ നിങ്ങൾക്കറിയാം 23ന്റെ ആൻസർ B ആണ്. പക്ഷെ നിങ്ങൾ 23A മാർക്ക് ചെയ്യുന്നില്ല. പിന്നെ അതിനകത്ത് പണിയാൻ പോകരുത്. ആ ക്വസ്റ്റ്യൻ തെറ്റി, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉള്ള മാർക്ക് എല്ലാം കൂടെയും പോകും. അതുകൊണ്ട് തെറ്റി എന്ന് തോന്നിയാൽ തെറ്റിക്കോട്ടെ, അതിന് പിന്നെ കുത്തി വരയ്ക്കാൻ പോകരുത്. ഒരിക്കലും ഇങ്ങനെ വെട്ടിയിടരുത്, ഇങ്ങനെ പുറത്തേക്ക് വലിയ രീതിയിൽ കറപ്പിച്ച് വെക്കരുത്, ടിക്ക് ചെയ്യരുത്, ഇതൊന്നും ചെയ്യരുത്. ചെയ്യാൻ പറ്റുന്നത് എന്ത് മാത്രമാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ വരച്ചിട്ടേക്കുന്ന 1, 2, 3, 4 ക്വസ്റ്റ്യൻസിൽ വരച്ചിട്ടിരിക്കുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഓർഡർ തെറ്റിപ്പോയി, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് 43, 44 ഇവിടെ ഒരു മൊത്തം ഓർഡർ തെറ്റിപ്പോയെന്ന് വെച്ചാൽ, പക്ഷെ നിങ്ങൾക്ക് 45 ആയിപ്പോൾ മനസ്സിലായി എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് വേറെ പേപ്പർ ഒന്നും തരത്തില്ല. നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതോ 46 ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ഓടിച്ച് പോയിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു കൈ യൂസ് ചെയ്ത് തന്നെ ചെയ്യുക. അടുത്തത് 47 ആണെങ്കിൽ ഇങ്ങനെ നോക്കുക, ഓപ്ഷൻ D ആണ്. അത് ഓപ്ഷൻ ഡിയുടെ അവിടെ പോയി മാർക്ക് ചെയ്യുക. കൈ ഇങ്ങനെ വെച്ച് പൊക്കോ, അല്ലാതെ ഇങ്ങനെ വന്നു 47 എന്ന് പറഞ്ഞിട്ട് പോയി 48 ആൻസർ റോങ് ആവൂലേ. സോ അങ്ങനെ ആരും ചെയ്യരുത്, നീറ്റായിട്ട് ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് വരുമ്പോൾ ഏറ്റവും അടിയിൽ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക. സിഗ്നേച്ചർ കൊടുത്ത കാര്യം കഴിഞ്ഞു. ഇവിടെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യും. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരും. പറഞ്ഞു തന്നെ ആയിരിക്കും അവർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവരും ഈ ഒരു OMR ഷീറ്റ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോസും ലൈവ് ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ.